കഞ്ചാവടിച്ച് തെറി പറയുന്ന ഒരു ഗുണ്ട കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. ഒരാൾ ഗുരുതരാവസ്ഥയിലും. 2 ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണത്രേ. ഈ കൊലപാതകം കഴിഞ്ഞ് ഇനിയും അവന് പരോളിലിറങ്ങി വീണ്ടും അവിടേക്ക് പോകാം. ഗുണ്ടാ ലിസ്റ്റിലുണ്ട്. സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും അവന് മറ്റാരെക്കാളും സാമൂഹ്യ വിരുദ്ധനായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഒരു റഹീമിനെയാണ്. സൗദി അറേബ്യയിൽ ഗോത്രവർഗ സംസ്കാരത്തിൽ ജീവിക്കുന്നെന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയാണ്. ഇത്രയും കോടി രൂപ അവിടെ എത്തിച്ചിട്ട് പോലും ആ നിയമവ്യവസ്ഥയുടെ വ്യവഹാരങ്ങളിൽപ്പെട്ട് ഇനിയും പുറത്തിറങ്ങാൻ വൈകുന്നവൻ. ഓർക്കുമ്പോൾ നമുക്കൊക്കെ വളരെ വികാരമുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. റഹീം വന്നില്ല, ഉമ്മ കാണുന്നില്ല എന്നൊക്കെ. പക്ഷേ മറ്റൊരു കുഞ്ഞിനെ ഉമ്മയെ കാണാനാവാത്ത വിധം പരലോകത്തേക്ക് പറഞ്ഞയച്ചവനാണ് എന്ന ബോധ്യത്തിലാണ് ശിക്ഷ അർത്ഥപൂർണമാകുന്നത്. ഇവിടെ കുറ്റം ചെയ്യുന്നവനും തെമ്മാടിക്കും റൗഡിക്കുമൊക്കെ കിട്ടുന്ന സംരക്ഷണം സാധാരണ മനുഷ്യർക്ക് കിട്ടാത്തൊരു നാടായി മാറുകയാണോ? ഈ നിയമവ്യവസ്ഥയും ശിക്ഷാവിധിയുമൊക്കെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ടോ? ഒരു രാജ്യത്തിൻ്റെ തലവനെ കൊന്നാൽ അത് ഭീകരപ്രവർത്തനമായി കണക്കാക്കി അവരെ തൂക്കിക്കൊല്ലുന്നതിന് മടിയില്ലാതിരിക്കുമ്പോൾ അതേ തുല്യതയോടെയുള്ള പൗരത്വത്തിലെത്തുന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവന് എന്ത് വിലയാണുള്ളത്? അറിയാതെ ചോദിച്ചു പോകുന്നതാണ്. അവൻ്റെ പേര് ഋതു എന്നാണത്രേ. അവൻ്റെ വിനോദം രാത്രിയായാൽ വീട്ടിൽ വന്ന് കഞ്ചാവ് വലിച്ച ശേഷം അത് വലിക്കുന്നു എന്ന വ്യാജേന തുണിയില്ലാതെ നിന്ന് നാട്ടുകാരെ മുഴുവൻ തെറി പറയുമത്രേ. മിണ്ടാനാവില്ല, ചോദ്യം ചെയ്യാനാവില്ല. പരാതി പലതവണ കൊടുത്താലും ഇത്തരം സാമൂഹ്യ വിരുദ്ധനെ പോലീസ് എന്ത് ചെയ്യും? അവിടെയുണ്ട് അവകാശ പ്രശ്നങ്ങൾ. എന്തെങ്കിലും ചെയ്ത് കൈവിട്ടവന് സംഭവിച്ചു പോയാൽ മാനുഷികമായ വികാരത്തിൽ ചെയ്യേണ്ടത് മൂക്കാമണ്ടയ്ക്കിടിച്ച് കൊല്ലുക തന്നെയാണ് എന്നിരിക്കലും അങ്ങനെ ചെയ്തു പോയാൽ അവരുടെ പണി പോയി. അവരെന്ത് ചെയ്യും? നിശബ്ദതയും നിസ്സംഗതയും പ്രകടിപ്പിക്കും. അവന് ബാംഗ്ലൂരിൽ പോകുന്നതിന് സൂക്കേടില്ല, അവിടെ തൊഴിൽ ചെയ്യുന്നതിന് സൂക്കേടില്ല, അവിടെ മര്യാദയ്ക്ക് നിൽക്കുന്നതിന് സൂക്കേടില്ല. അവൻ്റെ നാട്ടിലെത്തി കഴിയുമ്പോൾ അവൻ പിന്നെ ചട്ടമ്പിയും ഭീകരനുമാണ്. യാതൊരു മര്യാദയുമില്ലാതെ അയൽ വീട്ടുകാരെ അതിനകത്തേക്ക് കയറി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. നാട്ടുകാരും കണ്ടവരും പറയുന്നത് നോക്കി നിൽക്കാനാകാത്ത കാഴ്ചയാണ് അതിൻ്റെ ഹാളിൽ കണ്ടതെന്നാണ്. അവരെന്താണ് ചെയ്തത്? യവൻ്റെ അയലത്ത് വന്ന് താമസിച്ചു പോയി, അല്ലെങ്കിൽ കേരളം പോലെ ഇന്ത്യ പോലെ ഒരു നാട്ടിൽ ജനിച്ചുപോയി. അതിനപ്പുറത്ത് അവരൊന്നും ചെയ്തില്ലല്ലോ. യവൻ്റെ പ്രൊഫൈല് പറയുമ്പോൾ യാതൊരു മടിയുമില്ലാതാണ് പറയുന്നത് ഗുണ്ടാ ലിസ്റ്റിലുള്ളവനാണ്. ഗുണ്ടാ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു തമ്രപത്രമാണോ? ഒരു അംഗീകാരപത്രമാണോ? അവനെ സ്വതന്ത്രമായി വിടാൻ ഒരു മുദ്രയും ചാർത്തി വിടലാണോ? ഗുണ്ടാ ലിസ്റ്റ് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ച ശേഷം സമൂഹം സഹിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് ഇവനെ പുറത്തേക്ക് വിടലാണോ? ഇവരെയൊക്കെ എവിടേക്കൂടെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻ കയറ്റി കൊല്ലാനുള്ള നിയമവ്യവസ്ഥ കൂടി ഈ രാജ്യത്തുണ്ടാകേണ്ടതുണ്ട്. എങ്കിലേ സമാധാനപ്രിയരായ മനുഷ്യർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയൂ. ഇവനെയൊക്കെ സ്വതന്ത്രമായി വിട്ട ശേഷം എന്ത് സമാധാനമാണ്, എന്ത് ന്യായമാണ് പറയുന്നത്? വലഞ്ഞും തളർന്നും പോയ അയൽക്കാരുടെ ഇൻ്റർവ്യൂകളും അഭിമുഖങ്ങളുമൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം കൊണ്ട് അവസാനിക്കും. അവൻ്റെ പ്രധാനപ്പെട്ടവർ രംഗത്ത് വരും, അല്ലെങ്കിൽ ഗുണ്ടാ സുഹൃത്തുക്കൾ രംഗത്ത് വരും. അവർക്കിടയിലുള്ള ഐക്യത്തിൻ്റെയും അവർക്കിടയിലുള്ള പിന്തുണയുടെ ബലത്തിൻ്റെ അത്രയും നിയമത്തിനും നിയമ സംവിധാനത്തിനുമില്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ അങ്ങ് അകലെ ഒരു റഹീം കിടന്ന് വെള്ളം കുടിക്കുന്ന കാര്യം ഓർത്തു. ഇവിടെ എല്ലാവരും നിലവിളിക്കുന്നുണ്ട്, അറിയാതെ മരിച്ചുപോയി, അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയെന്ന്. മരിച്ചതും കൊന്നതുമൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പരിഹാരമായി നാടുനീളെ കരഞ്ഞ് ഒപ്പിച്ച കാശ് കൊണ്ട് കൊടുത്തിട്ടും ആ പ്രക്രിയ പൂർത്തിയാക്കി പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവൻ കുടിച്ച അമ്മിഞ്ഞപ്പാല് കൗട്ടണം. ഇവിടെ അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ സ്വീകരണമുണ്ട്, അംഗീകാരമുണ്ട്, അവരെ പിന്തുണയ്ക്കാൻ ആളുകളുണ്ട്. അവർ ധീരരും വീരരുമായി വാഴ്ത്തപ്പെടുകയും ചെയ്യും. കഷ്ടം, ദുരവസ്ഥ, ദയനീയം.